ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ ഒരു സെക്ഷന്റെ പേര് എന്ന് പറയുന്നത് സൂപ്പർ 30 ആണ്. സൂപ്പർ 30 അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുറച്ച് 30 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്കൂളിലോ ട്യൂഷൻ ക്ലാസ്സിലോ ഒക്കെ ടെസ്റ്റ് പേപ്പർ ഇടുമല്ലോ. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യം തന്നെ മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കാണാതെ ആ ക്വസ്റ്റ്യൻസ് സാറ് പറയുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ എഴുതി നോക്കുക. ഈ വീഡിയോ നമ്മൾ ലൈവ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ താഴെ ആൻസറുകൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആൻസറുകൾ സാർ എഴുതുന്ന ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പാർട്ട് 1 to പാർട്ട് 7 ഈ ചാപ്റ്ററിന്റെ കണ്ടതിന് ശേഷം വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ 4 ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ കോമ്പൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് വരയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 1 2 3 4 5 ഇവിടെ ഒരു സി. ഇനി നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈഡ്രജനെ ഫില്ല് ചെയ്യുമ്പോൾ കാർബൺ ചുറ്റും 4 ബോണ്ടേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഈ 3 ബോണ്ട് വേക്കന്റ് ആണ്, അവിടെ എല്ലാം ഹൈഡ്രജൻ വരും. സോ CH3. ഓക്കെ, ഇവിടെ സംബന്ധിച്ച് 1 ബോണ്ട് ഇങ്ങോട്ട് പോയി ബാക്കി 2 ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവും. അപ്പൊ സോ CH2 2 ബോണ്ട് കണ്ടോ, അവിടെ ഹൈഡ്രജൻ വന്ന് ചേരും CH2. അതുപോലെ ഇവിടെ 1 2 ഈ 2 ഹൈഡ്രജൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 2 ഹൈഡ്രജൻ CH2 എന്നിട്ടാ തെറ്റി. ഇവിടെ 1 2 3 ഓൾറെഡി 3 ബോണ്ടഡ് ആണ്. അപ്പൊ ഇനി ഒരു ഹൈഡ്രജൻ ഇവിടെ വന്ന് ചേരാനേ ചാൻസ് ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് CH ആൻഡ് ഹിയർ ഈസ് CH3, ഹിയർ CH3. നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ നേരിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരിക. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ. അര മാർക്കാണ് നമുക്ക് കിട്ടുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ. ഇപ്പൊ തന്നെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തോ. ലോങ്സ്റ്റ് ചെയിനിലെ ആറ്റങ്ങളുടെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ ആദ്യം ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഒരു കുട്ടി ഇങ്ങനെ എഴുതി 1 2 3 4 5. ഇതാണ് ലോങ്സ്റ്റ് 5 എന്ന് പറഞ്ഞു. ഒരു കുട്ടി ഇങ്ങനെ എഴുതി 1 2 3 4 5. ഇതാണ് ലോങ്സ്റ്റ് 5. രണ്ടും ശരിയാണ്. ലോങ്സ്റ്റ് ചെയിൻ 5 ആണ്. സോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ആൻസർ എന്താണ്? മക്കളെ? 5. എല്ലാവർക്കും ശരിയായ? ഓക്കെ, ഇനി അതിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ അരമാർക്ക് നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിനകത്തുള്ള, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിനകത്തുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഒരു കുട്ടി ഇങ്ങനെയാണ് എടുക്കണമെങ്കിൽ ഇതാണ് ബ്രാഞ്ച്, അല്ല ഇങ്ങനെയാണ് എടുക്കണമെങ്കിൽ ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ബ്രാഞ്ച് ആൻഡ് ദിസ് ഈസ് അവർ ലോങ്സ്റ്റ് ചെയിൻ. സോ the number of carbon atoms in the branch, ഈ ബ്രാഞ്ചിനകത്തുള്ള കാർബണിന്റെ എണ്ണം. എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ സാറേ, ഒരു കാർബണല്ലേ ഉള്ളൂ. സോ ആൻസർ എന്താണ്? 1. ഒരു കാർബണേ ഉള്ളൂ. ഓക്കെ, then what is the third question? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ഓഫ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിന്റെ പേര് എഴുതുക. അതൊക്കെ വളരെ ഈസി. നമ്മുടെ വീഡിയോ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് കയ്യിലിരിക്കും. എന്താണ് നെയിം ഓഫ് ബ്രാഞ്ച്? ഈ ബ്രാഞ്ചിന്റെ പേര് എഴുതാൻ നമുക്കറിയാം, ഒരു കാർബൺ ഉള്ളെങ്കിൽ മെത്ത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്താ ചേർക്കാൻ പറഞ്ഞേക്കണ? ഇത് റാഡിക്കൽ ആണ്, YL, മീഥൈൽ. സോ ദ ആൻസർ ഈസ് മീഥൈൽ. മക്കളെ, നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും അതിന്റെ IUPAC നെയിം എഴുതുക. ഇതിന്റെ IUPAC നെയിം എഴുതുക. എന്താണ് IUPAC? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇവിടെ നെയിം അനുസരിച്ചിട്ടുള്ള ഇതിന്റെ പേര് എഴുതുക. അതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ചിന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോ 1/2 മാർക്ക് വെച്ച് 1.5 മാർക്കും. ഈ പറയുന്ന IUPAC നെയിം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 മാർക്ക്, അപ്പൊ മൊത്തം 3 മാർക്കായിരിക്കും കിട്ടുക. ചിലപ്പോ മീഥൈലിന്റെ ഏതെങ്കിലും 1 മാർക്കും, ഇതിനും 1/2 മാർക്കും, ഇതിനും 1 മാർക്കും, അങ്ങനെയും ആവാം. എനിവേ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 3 മാർക്ക് കയ്യിലിരിക്കും ഈസി ആയിട്ട്. പേര് പറഞ്ഞേ. പേര് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ, നീളം കൂടിയ ചെയിനിൽ ബ്രാഞ്ച് ഉണ്ടോ? ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്നെങ്കിൽ നമ്പർ ഇടണം. സോ ഈ സൈഡിൽ നമ്പർ ഇടണം. 1 2 3 4 5. ക്ലിയർ? യെസ്.
ഓക്കെ, അപ്പൊ എത്ര കാർബൺ ഉണ്ട് ബ്രാഞ്ചില്? ഈ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. 5 വന്നാൽ വേർഡ് റൂട്ട് ആദ്യം എഴുതണം. വേർഡ് റൂട്ട് എന്താണ് മക്കളെ? പെന്റ്. പെന്റ്. ഓക്കെ, ഇനി ഇവിടെ ഇതിനകത്ത് സിംഗിൾ ബോണ്ട് ആണോ നോക്കിയാൽ അതെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ANE സഫിക്സ് എഴുതി, പ്രൈമറി സഫിക്സ് ANE. ഇനി ഇതിന്റെ ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈലാണ്. മീഥൈൽ നമ്മൾ എവിടെ ചേർക്കുന്നത്? വേർഡ് റൂട്ടിന് മുന്നില്. അപ്പൊ മീഥൈൽ എഴുതി, മീഥൈൽ. ഓക്കെ, ഇനി മീഥൈൽ എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത്? 2ാമത്തെ കാർബണിലാണ്. അപ്പൊ അതിന്റെ പൊസിഷൻ എഴുതി 2. ഇനി ഒരു സംഖ്യയും ഒരു വേർഡും തമ്മിൽ എന്തിടണം? നമ്മൾ ഹൈഫൻ ഇടണം. സോ ദ ആൻസർ ഈസ് 2-methyl pentane. 2-methyl pentane. എല്ലാ ആൻസർ ശരിയായോ? എല്ലാ ആൻസർ ശരിയായവര് ഒരു കമ്പിട കമന്റിൽ കേട്ടോ, നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ പോസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSLC എക്സാമിനും അത് ശരിയാവും, ഉറപ്പ്. ഇനി ഇതിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്മുടെ സീരീസിലെ പാർട്ട് 1 to 7 ഫുൾ ഫ്രീ ആണ്, അത് കാണുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു കോമ്പൗണ്ട് തരും, അതിന്റെ IUPAC നെയിം എഴുതാം. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ടോപ്പിക് ഐസോമറിസും IUPAC നെയിം എഴുതുക തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ IUPAC നെയിം എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ 1 2 3 4 5 6 അല്ലെ, 6 കാർബൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മള് 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. അതിനകത്ത് ഈ 2ാമത്തെ കാർബണിൽ നിന്നാണ് ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ കൊണ്ട് 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ CH2 CH2 CH2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം 1 2 3 CH. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ ചോദ്യം ഇതാണ്, റൈറ്റ് ദി IUPAC നെയിം. 1 മാർക്കേ ഉള്ളൂ, ഇതിന്റെ പേര് എഴുതണം. അപ്പൊ പേര് എഴുതുന്ന ഏറ്റവും നീളം കൂടിയ ചെയിൻ ആദ്യം കണ്ടെത്തണം. നമുക്കറിയാം ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം നീളം കൂടിയ. പക്ഷെ എന്നാലും പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയാൽ എല്ലാ വശവും നമ്മൾ നോക്കണം, എണ്ണി നോക്കണം. 1 2 3 4 5 6 1 2 3 4 5 6. അപ്പൊ എങ്ങനെ എടുത്താലും നമുക്ക് 6 തന്നെ കിട്ടുന്നു. സോ ഇങ്ങനെ നേരെ എടുക്കാം 6. ഓക്കെ, ഇതാണ് എന്റെ ബ്രാഞ്ച്. ഓക്കെ, ഈ ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന നമ്പർ വരണം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടണം. സോ 1 2 3 4 5 6. ക്ലിയർ? യെസ്. അപ്പൊ 6 കാർബൺ ഉണ്ടെങ്കിൽ വേറെ റൂട്ട് എന്താണ്? ഹെക്സ്. മക്കളെ ഹെക്സ്. ഈ ലോങ്സ്റ്റ് ചെയിനില്ല ബോണ്ടിന്റെ എണ്ണം എത്രയുള്ളൂ? 1 ബോണ്ടോളൂ. അപ്പൊ എന്താണ്? ANE. അപ്പൊ നിങ്ങൾ തനിയെ ചെയ്യുന്നില്ലേ? തനിയെ ചെയ്ത് നോക്കുന്നില്ലേ? ഓക്കെ, ആ ഹെക്സൈൻ. ഹെക്സൈൻ അത്രേ. ഇനി ഈ ബ്രാഞ്ച് 1 കാർബൺ ഉള്ള അതിന്റെ പേരെന്താണ്? മീഥൈൽ. അത് എത്രാമത്തെ കാർബണിലാണ് നിൽക്കുന്നത്? 2ാമത്തെ കാർബണിൽ. സോ മീഥൈൽ. എത്രാമത്തെ കാർബണിൽ? 2ാമത്തെ കാർബൺ. ഹൈഫൻ ഇടാം. സോ ദ ആൻസർ ഈസ് 2-methyl hexane. 2-methyl hexane. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതും 3ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ 1 മാർക്കിന്റെ IUPAC നെയിം എഴുതാനാണ്. അപ്പൊ നിങ്ങൾ സാറിനൊക്കെ എനിക്ക് മനസ്സിലായി അറിയാലോ. അങ്ങനെയല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ മറന്നുപോകും. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ ഈ 10 12 പാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും എന്ത് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് പരീക്ഷിക്കണം. അതിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ 2ാമത്തെ ക്വസ്റ്റ്യൻ, സോറി 3ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സൂപ്പർ 30 ആണ്. 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് പഠിക്കണം. അതോടുകൂടി ഈ പാഠത്തിന് എന്ത് ചോദിച്ചാലും നമുക്ക് റെഡിയാക്കാൻ പറ്റും. പക്ഷെ ഇത് മീഡിയം ലെവലാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ അടുത്തൊരു 30 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് സക്സസ് ആയാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ടി ചെയ്യും. അപ്പൊ കഴിഞ്ഞ പാർട്ടി 7th പാർട്ട് നമ്മൾ 150 വ്യൂസ് വന്നു. അതുകൊണ്ടാണ് സാർ ഇത് ചെയ്തത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ പെട്ടെന്ന് 150 പേര് വ്യൂസ് ആക്കിയാൽ നെക്സ്റ്റ് പാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 2 3 4 5 1 2 3 4 5 then 1 2 1 2. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം എഴുതുക. റൈറ്റ് ദ IUPAC നെയിം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സാർ ആദ്യം തന്നെ ഇതിന്റെ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് CH3 CH. ഇതെന്ത് സാർ ഫില്ല് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനും പഠിക്കണം നിങ്ങൾ. CH3 CH2. അപ്പൊ ഈ കൂട്ടത്തിൽ അങ്ങനെ പഠിച്ചോളൂ. CH2 കണ്ടോ? ഇവിടെ 1 2 3. അപ്പൊ ഒരു CH. then what is the name? സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് തോന്നുന്നത് സാറേ ഇത് ലോങ്സ്റ്റ് ചെയിൻ, ഇത് ബ്രാഞ്ച്. അങ്ങനെ തോന്നൂലേ? അങ്ങനെ തോന്നരുത്. എല്ലാം നോക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. 1 2 3 4 5. ഇത് 5 ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയേ 1 2 3 4 5 6 6 എണ്ണല്ലേ? അപ്പൊ മക്കളെ ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ.
ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. കണ്ടാ, ബ്രാഞ്ച് ഇതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ തെറ്റിക്കും. സിമ്പിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്പർ ഇടണം. അപ്പൊ എവിടുന്ന് നമ്പർ? ഇവിടെ നോക്കിയാൽ തന്നെ അവിടുത്തെ നമ്പർ ഇട്ട 1 2 3 4 4ാമത്തെ പൊസിഷൻ കിട്ടുള്ളൂ ഈ ബ്രാഞ്ചിന്. പക്ഷെ ഇവിടെ നമ്പർ ഇട്ട 1 2 3 3ാമത്തെ പൊസിഷൻ. 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ ഉണ്ട്. 6 കാർബൺ വേർഡ് റൂട്ട് എന്താണ് മക്കളെ? ഹെക്സ്. സിംഗിൾ ബോണ്ട് അല്ലേ? ഈ ചെയിനിൽ സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ എന്താണ് പ്രൈമറി സഫിക്സ്? ANE. ദെൻ ഇവിടുത്തെ പ്രിഫിക്സ്, ഇതിന്റെ പേരെന്താണ്? മീതാൽ. സോ മീതാൽ എഴുതി. ഓക്കെ. ദെൻ അതിന്റെ പൊസിഷൻ പറയണ തേർഡ് കാർബൺ 3 മീതാൽ ഹെക്സേൻ എന്നതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ 1 മാർക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 4ാമത്തതും ഇതുപോലെ തന്നെ മക്കളെ. IUPAC നെയിം എഴുതാനാണ്. IUPAC നെയിം. ഓക്കെ, അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ തന്നെ IUPAC നെയിം എഴുതണം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് IUPAC നെയിം എഴുതാനായിരിക്കും കേട്ടോ. അത് നമ്മൾ അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കാം. അപ്പൊ നോക്കാം 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ വരുന്നത് 1 2 3 4 5. 1 2 3 4 5. ഞാൻ 3യിൽ നിന്നാണ് രണ്ടുപേര് പോയേക്കണത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങൾ നോക്കാം ഇവിടെ എങ്ങനെ എണ്ണിയാലാണ് ഏറ്റവും കൂടുതൽ കാർബൺ കിട്ടുക. ആദ്യം നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 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 CH2 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 CH. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സാർ ഇങ്ങനെ എണ്ണി നോക്കി 1 2 3 4 5 5 ഇനി ഇങ്ങനെ എണ്ണി നോക്കി 1 2 3 4 5 അതും 5. അപ്പൊ എങ്ങനെ എണ്ണിയാൽ 5. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യുക. മനസ്സിലായോ? ഇത് എഴുതാലും ശരിയാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മെയിൻ ചെയിനിൽ നിന്ന് മൊത്തത്തിൽ വരുന്നത് ബ്രാഞ്ച് ആയിട്ട് ഇത് 2 പേരുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കണ്ടോ, 2 പേരുണ്ട്. 2 കാർബൺ ഉണ്ടെങ്കിൽ ഇതിന്റെ പേര് എത്ത് വയ്യൽ, ഈതാൽ. 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത് വയ്യലും കൂടി ചേർക്കുമ്പോൾ ഈതാൽ. ഇതിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണമെന്ന് പറയുമ്പോ 1 2 3. ഇവിടെ നിന്ന് ഇടുമ്പോ 1 2 3. ഇവിടെ നിന്ന് ഇടുമ്പോഴോ 1 2 3. അപ്പൊ എവിടെ നിന്ന് ഇട്ടാലും 1 2 3 അല്ലേ? അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും ഇടാം. 1 2 3 4 5. ക്ലിയർ ആണല്ലോ? 5 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് മക്കളെ? 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ് ആണ്. ഇനി പ്രൈമറി സഫിക്സ് ANE. ഓക്കെ, ഈ വന്നേക്കുന്ന ബ്രാഞ്ചിന്റെ പേരാണ് 2 കാർബൺ ഉള്ളത്. എന്താണ്? ഈതാൽ. ഓക്കെ, ഈതയിൽ വരുന്ന എത്രാമത്തെ പൊസിഷനിലാണ്? 3ാമത്തെ പൊസിഷൻ. 3 ഈതാൽ പെന്റേൻ. 3 ഈതാൽ പെന്റേൻ. കിട്ടിയല്ലോ? കിട്ടി. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഇത് അറിയാം. ഇപ്പൊ പെട്ടെന്ന് പഠിച്ചുകൊണ്ട് ഓർമ്മയുണ്ടാവും. പക്ഷെ എക്സാമിന് ഒന്നുകൂടി വന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടോ, ഓർമ്മയുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 2 3 4 5. Okay, then this one, then here this one. Okay, ഇതിന്റെ പേര് ഏതാനാണ്? അപ്പൊ ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കിയേ. ഇത് കണ്ടിട്ട് എത്രയാണ് ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ കാർബൺ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് എഴുതി നോക്കിയേ. ഓക്കെ, അപ്പത്തേക്കും സാറ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 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 CH2 CH2 CH2. ഓക്കെ, ചെയ്ത് നോക്കിയാൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ലൈവ് എടുത്തതിൽ നോക്കും. ഓക്കെ, യെസ്. അപ്പോ ലോങ് ചെയിൻ ഞാൻ സാറ് എണ്ണി നോക്കിയാണ്. 1 2 3 4 5. പിന്നെ ഇങ്ങനെ എണ്ണിയാലോ 1 2 3 4 5. എങ്ങനെ എണ്ണിയാലും 1 2 3 4 5 1 2 3 1 2 3 4 5 എല്ലാം നോക്കണം കേട്ടോ. അപ്പൊ നേരെ തന്നെ പോകാം. കാരണം നേരെ പോകുമ്പോഴും 5 തന്നെയാണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ബ്രാഞ്ച് വന്നു. കണ്ടോ, 2 ബ്രാഞ്ച് വന്നു. ക്ലിയർ ആണോ? 2 ബ്രാഞ്ച് വന്നു. ശരിയല്ലേ? അപ്പൊ നമ്മുടെ മുന്നിലെ പ്രശ്നം വരെ എവിടെ നമ്പർ ഇടണം? ഓക്കെ, നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5. ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ ഇടുമ്പോൾ 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലാണ് വരാം. ഓക്കെ, തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ 1 2 3 4 5. അപ്പോഴും അത് തന്നെ വരാം, 2ാമത്തേലും 4ാമത്തേലും. അപ്പൊ 2 സെയിം അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റും എന്താണ്, റൈറ്റ് ടു ലെഫ്റ്റും എന്താണ്, സെയിം ആണ്. അപ്പൊ പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല, അത് തന്നെ എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് നമ്പർ ഏറ്റവും ചെറുത് ഏതാണോ അത് എടുക്കേണ്ടത്. ക്ലിയർ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? യെസ്.
അപ്പൊ അത് ഓക്കെ ആക്കി, നമ്പർ ഓക്കെ ആക്കി. ഇനി ഈ ബ്രാഞ്ചിന്റെ പേരുകളൊന്നും മനസ്സിലാക്കണം. ഇതിന്റെ പേര് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മീതാൽ, ഇതിന്റെ പേര് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മീതാൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ് ഇവിടെ രണ്ട് മീതേൽ ഉണ്ട്. അപ്പൊ രണ്ട് മീതേൽ ഉണ്ടെങ്കിൽ മീതായിലിന്റെ മീതെ നിങ്ങൾ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. ആ കാര്യം മറക്കരുത്. രണ്ട് മീതേൽ ഉണ്ടെങ്കിൽ മീതേലിന് മുന്നിൽ എന്ത് ചേർക്കണം? ഡൈ. രണ്ടെണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ ഡൈ. മാത്രവുമല്ല ഈ രണ്ടെണ്ണത്തിന്റെ പൊസിഷനും പറയണം. ആ പൊസിഷൻ ഇവിടെ 2,4 ആണ്. അപ്പൊ 2,4 ഹൈഫൺ. ഇത്രയും സാധനമായിരിക്കണം നമ്മള് പ്രിഫിക്സ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇനി പേരിലേക്ക് പോവാം. പേരിലേക്ക് പോകുമ്പോൾ ലോങ്സ്റ്റ് ചെയിൻ 5 കാർബൺ ഉണ്ട്. അപ്പൊ എന്താണ്? പെന്റ്. പെന്റ് സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ എന്താണ്? ക്ലിയർ ക്ലിയർ. ഓക്കെ. ഇനി ഇതിന്റെ പ്രിഫിക്സ് ഇത് അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. എന്താണത്? 2,4 ഡൈ മീതാൽ. ഓക്കെ. സോ ദ ആൻസർ ഈസ് 2,4 ഡൈമീതാൽ പെന്റേൻ. ക്ലിയർ ആണല്ലോ? ഒരു മാർക്ക് ഉള്ളോട്ടോ ഇത്രയും കഷ്ടപ്പെട്ടാലേ. ഓക്കെ. ഞാൻ അടുത്ത IUPAC നെയിം നോക്കാം നമുക്ക്. 6th ക്വസ്റ്റ്യൻ. നമ്മൾ സൂപ്പർ 30-യിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ ഇതൊക്കെ പറഞ്ഞു എന്നല്ല. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആറാമത്തെ ക്വസ്റ്റ്യനില് സി 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 കുരിശ് പോലെ ഇതിന്റെ പേര് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ CH3, CH3, ഇതും CH3, ഇതും CH3. ഇവിടെ കൊണ്ട് വെച്ചിട്ട് 4 ബോണ്ടായി. ഓക്കെ. യെസ്. എന്താണ് ഇതിന്റെ പേര്? അപ്പൊ ഒരു ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്താലും ഇങ്ങനെ സെലക്ട് ചെയ്താലും ഇങ്ങനെ സെലക്ട് ചെയ്താലും ഒക്കെ എന്താണ്? ഒരേ എണ്ണമുണ്ട്. 3 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ നേരെ സെലക്ട് ചെയ്യും. ഓക്കെ. ഇതിന് തന്നെ നമ്പർ ഇടാം 1, 2, 3. അപ്പൊ അവിടുന്ന് നമ്പർ ഇട്ടാലും ഇതൊക്കെ സെയിം തന്നെ. ഓക്കെ. ഈ ബ്രാഞ്ചിന്റെ പേര്, ഇതിന്റെ പേര് മീതാൽ. ഓക്കെ. ഇതിന്റെ പേര് അതും മീതാൽ. അതും ഞാൻ കണ്ടെത്തി. അപ്പൊ രണ്ട് മീതാൽ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചേർക്കണം? ഡൈമീതാൽ. അല്ലോ. അതിന്റെ പൊസിഷൻ എന്താ? 2-ലെ വല്ലതും. അപ്പൊ ഒരു പ്രാവശ്യം 2 എഴുതിയാൽ മതിയോ? പറ്റൂല. ഇയാളുടെ പൊസിഷൻ എഴുതണം. അപ്പൊ എന്ത് ചെയ്യുന്നത്? 2,2 ഹൈഫൺ ഡൈമീഡിയൽ. കിട്ടിയോ? അങ്ങനെയാണോ അത് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി ഈ ലോങ് ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 3 കാർബൺ വന്നാൽ എന്താ മക്കളെ? വേഡ് റൂട്ട് പ്രൊപ്പ്. PROP പ്രൊപ്പ്. അതിന്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ചേർക്കുക. പ്രൊപ്പെയിൻ. അതിന് മുന്നിൽ പ്രിഫിക്സ് ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ എഴുതണം. എന്താണത്? 2,2 ഹൈഫൺ ഡൈമീഡിയൽ പെന്റ് പ്രൊപ്പെയിൻ. എന്താണ്? 2,2 ഹൈഫൺ ഡൈമീഡിയൽ പ്രൊപ്പെയിൻ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുത്ത സമയത്ത് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കണം. എന്നാലേ നമുക്ക് അത് ഓർമ്മ കിട്ടുള്ളൂ. പഠിച്ചത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞ മക്കളെ നമ്മളിനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 7th ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇത്രയും നേരം വരെ നമ്മൾ 1 മാർക്കിന്റെ, ഫസ്റ്റ് നമ്മൾ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കണ്ടു. അതിനുശേഷം 1 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇവിടെ 1, 2, 3, 4 4 പിന്നെ മുകളിലേക്ക് വരണം. ഓക്കെ. താഴേക്ക് 2 ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. കാരണം പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3, 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 CH2, CH2. ഇത് വേണ്ട. ഓക്കെ. ഇതിനാണ് ചോദ്യം. ഇതാണ് 4 ചോദ്യങ്ങളാണ്. 3 മാർക്കാണ്. ഫസ്റ്റ് നേരെ നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നമ്പർ ഓഫ് കാർബൺ ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ. ഈ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തണം. അതാണ് ആദ്യത്തെ ടാസ്ക്. നോക്കാം. 1, 2, 3, 4 ഇങ്ങനെ പോയാൽ 4 1, 2, 3, 4, 5 ഇങ്ങനെ പോയാൽ 5 ഉണ്ട്. എന്താ? 1, 2, 3, 4. അപ്പൊ ഏതാ നല്ലത്? ഇങ്ങനെ പോകണം അല്ലെ? ഇങ്ങനെ പോവാം. ഓക്കെ. അപ്പൊ ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റം 5. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ബ്രാഞ്ചസ്? എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? 1 മാർക്ക് കിട്ടി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചസിന്റെ പേര് നെയിം ഓഫ് ബ്രാഞ്ചസ്. മക്കളെ
1 2 3 4 5. ഇതിന്റെ പേരെന്താ? ഒരു കാർബണല്ലേ ഉള്ളൂ, മീതാൽ. ഇതിന്റെ പേര് മീതാൽ. അപ്പൊ നെയിം ഓഫ് ബ്രാഞ്ചസ് എന്താണ്? എന്താണ്? മീതാൽ കോമ മീതാൽ. 2 പ്രാവശ്യം ഉണ്ട്. യെസ്. അപ്പൊ അതും കഴിയും. അടുത്ത ദിവസം സ്വാഭാവികമായിട്ടും എന്താണ്? IUPAC നെയിം എഴുതുക അല്ലെ? IUPAC നെയിം എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം 2 മീതേൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ഡൈമീതാൽ. 2 മീതേൽ ഉണ്ടെങ്കിൽ ഡൈമീതേൽ. മീതേലിന്റെ പൊസിഷൻ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1 2 3, ഇവിടെ നിന്ന് 1 2 3 അല്ലെ? 1 2 3 4 5. 3 ആണ് വരുന്നത്. സോ 3, 3 കണ്ടോ? 3യിൽ തന്നെ 2 ഉണ്ട്. അതാണ് 3, 3 എന്ന് പറയുന്നത്. 5 കാർബൺ ആണുള്ളത്. സോ വേർഡ് റൂട്ട് എന്താണ്? പെന്റ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ഓക്കെ. ഇനി ഇത് ഫ്രണ്ടിൽ എഴുതണം. എന്താണ് എഴുതേണ്ടത്? 3, 3 ഡൈമീതേൽ. സോ 3, 3 ഹൈഫൻ ഡൈമീതാൽ. 3, 3 ഹൈഫൻ ഡൈമീതേൽ പെന്റെയിൻ. സ്വന്തമായിട്ട് ശരിയായോ? 3, 3 ഡൈമീതേൽ പെന്റെയിൻ എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ IUPAC നെയിം എഴുതാനാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതാ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ഈ സൂപ്പർ 30 എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഐസോബറീസ് ഒക്കെ ആയിരിക്കും പിന്നീട് വരുന്ന അടുത്ത സൂപ്പർ 30 വരുന്ന ക്വസ്റ്റ്യൻസ് ടൈപ്സ്. അപ്പൊ നമുക്ക് നെയിമിങ് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ. അപ്പൊ ഇനിയും കിടക്കണം കേട്ടാ. അപ്പൊ നമ്മൾ 10 പോലും ആയിട്ടില്ല, 3-1 പോലും ആയിട്ടില്ല, ഇനിയും കിടക്കണം. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ ഫുള്ള് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 5. 1 2 3 4 5. ദെൻ ഇവിടെ വരണം, പിന്നെ ഇവിടെ വരണം. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം എഴുതണം. 1 മാർക്കേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം സാർ ഹൈഡ്രജനെ ഫില്ല് ചെയ്തതാണ്. CH3 CH3 CH3. ക്ലിയർ? ആൻഡ് ഹിയർ CH, ഇവിടെ CH, ഇവിടെ CH. ഓക്കെ. ഇതിന്റെ പേര് എഴുതാം. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ എന്ന് നോക്കിയാൽ 1 2 3 4 5 കണ്ടെത്താൻ അറിയാം. അതാണ് ലോങ്സ്റ്റ്. അതെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് വേഗം കമന്റ് ചെയ്യും. അപ്പോ ഇതിന് നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോൾ സാർ ഇവിടെ നമ്പർ ഇടും 1 2 3 4 5. സോ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇടുമ്പോൾ രണ്ടാമത്തേലും പിന്നെ എന്താണ് മൂന്നാമത്തേലാണ് 2, 3. ഓക്കെ. റൈറ്റിൽ നിന്ന് ഇടുമ്പോൾ നോക്കിയേ 1 2 3. ആദ്യത്തെ 3യിലാണ് അല്ലെ? പിന്നെ 4ൽ 3ഉം 4ഉം ആണ് വന്നത്. അപ്പൊ 3 വലുതല്ലേ? അപ്പൊ അത് എടുക്കണ്ട. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടുമ്പോഴാണ് ഏറ്റവും ചെറിയ പൊസിഷൻ ആദ്യം കിട്ടുന്നത് 2. റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ 3, 4 ആണ്. അപ്പൊ ഈ രണ്ടുമായിട്ടാണ് കമ്പയർ ചെയ്യണം. അപ്പൊ ഇതല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇടാൻ പാടത്തുള്ളൂ. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ചുമ്മാ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പൊ 5 കാർബണിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ഇനി ഇവിടെ വന്നേക്കുന്ന ബ്രാഞ്ച് 1 കാർബൺ, ഇവിടെ 1 കാർബൺ, മീതേലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. സോ സാർ ഇവിടെ മീതേൽ. ആ മീതേൽ 2 ഉണ്ട്. അപ്പൊ സാർ അതിന്റെ മുന്നിൽ ഡൈ. അതിന്റെ പൊസിഷൻ വരുന്നത് 2ലും 3ലും ആണ്. അപ്പൊ സാർ പൊസിഷൻ എഴുതി 2, 3. അത് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മളൊരു ഹൈഫൻ വെച്ചിട്ടില്ല. സോ ദ നെയിം ഈസ് 2, 3 ഡൈമീതേൽ പെന്റെയിൻ. ക്ലിയർ? യെസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ 9th ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു പേര് എഴുതാനാണ്. സാറ് പേര് എഴുതി മടുത്തു, മനസ്സിലായി. അങ്ങനെയല്ല, കുറെ പ്രാക്ടീസ്. അപ്പൊ നോക്കാം. 1 2 3 4 5 6 7 8. 8 ഉണ്ട്. 1 2 3 4 5 6 7 8. 8 1 2 3 4 5 6 7 8. ഓക്കെ. ഇത് രണ്ടാമത്തെ കാർബണിൽ ഒരെണ്ണം. 1 2 3 നാലാമത്തെ കാർബൺ 1 2 3 4. ഓക്കെ. 1 2 3 4 5 6 7 8. 5 6 7. ഓക്കെ. ഈ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം സാറ്. CH3, ദിസ് ഈസ് CH3, 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 CH2, 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 CH, CH2, CH2. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം വരെ ഈ 5, 6, 4 പഠിച്ചു. അപ്പൊ പിള്ളേര് ഓർത്തിരിക്കുമല്ലോ 8 ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ 10 വരെ പഠിച്ചു വെക്കാം കേട്ടോ. എന്തൊക്കെയാണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെറ്റ്, ഒക്ട്, നണ്ണ്. അപ്പൊ ഇവിടെ 8 കാണുന്നുണ്ട്. അപ്പൊ 8 കാർബൺ വന്ന 8 കാർബൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒക്ട് ആണ്. ഒക്ട്.
മനസ്സിലായോ? ഓക്കെ, ഒക്ട്. അത് ഓർക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ കണ്ടാൽ തന്നെ അറിയാം ഇത് തന്നെയാണ്. നമ്പർ ഇടാം 1 2 3 4 5 6 7 8. 8 വന്നതുകൊണ്ട് ഒക്ട്, OCT. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. കണ്ടോ, ഇവിടെ ആരും ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇനി ബ്രാഞ്ചസ് വരുന്നത് ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത് 2ലും പിന്നെന്താണ് 4ലും. ഇവിടെ നമ്പർ ഇടുമ്പോഴാണ് ചെറുത് 2 4. അവിടെ നമ്പർ ഇടുമ്പോ എന്ത് വരും നോക്കിയേ, 1 2 3 4 5. എന്താ 5 വരും. 5ലാണ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ നിന്ന് വരുന്നത് ഇവിടെ നിട്ടാൽ മതി. സോ രണ്ടും മീഡിയൽ തന്നെയാണ്. സോ മീഡിയൽ എഴുതി സാറ്, മീഡൽ. അതിന് മുന്നിൽ ഡൈ ചേർത്തു. അതിന്റെ പൊസിഷൻ പറയാണ്, ആ പൊസിഷൻ വരുന്നത് 2ലും 4ലുമാണ്. സോ 2,4 ഹൈഫൻ 2,4 ഹൈഫൻ ഡൈമീഥൈൽ ഒക്ടേൻ. 2,4 ഹൈഫൻ ഡൈമീഥൈൽ ഒക്ടേൻ എന്നാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ? ഓക്കെ. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോറി, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് IUPAC നെയിം തന്നെ എഴുതാം. IUPAC നെയിം എഴുതാനാണ് 10ാമത്തെ. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസിലേക്കും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ ഇങ്ങനെ പടിപടിയായിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഓരോ വീഡിയോയും നമ്മൾ പറഞ്ഞ പോലെ 150 വ്യൂസ് അതിന് മേലെ എത്തിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്താൽ നമ്മൾ അടുത്തടുത്ത് ഇട്ടുകൂടെ ഇരിക്കും. മനസ്സിലായോ? നമുക്ക് നോക്കാം ആരാണ് ജയിക്കണേന്ന്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1 2 3 4 5 6 7 8. ഇതുപോലെ എണ്ണം തന്നെ ഉണ്ട്. 1 2 3 4 5 6 7 8 തന്നെ ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8. ഓക്കെ. ദെൻ വരുന്നത് ഒരാൾ ഇവിടെ. ഓക്കെ. ഇതിൽ ഒരാൾ ഇവിടെ. ഓക്കെ. 4ാമത്തെ കാർബൺ. ഒരാൾ ഇവിടെ നിന്ന് 2ാമത്തെ കാർബൺ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. CH3 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 CH ഉള്ളൂ അവിടെ കണ്ടോ. CH2 CH. ഓക്കെ. CH2 CH2 CH. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് H2 വരില്ല. ഇനി ഏതെങ്കിലും മെറ്റീരിയൽസ് H2 ഇട്ടിട്ടുണ്ടെങ്കിൽ വെട്ടി തിരുത്തി H നാക്കും കേട്ടോ. ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, പെട്ടെന്ന് ഇങ്ങനെ H2 ഇട്ടു പോകും. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നിങ്ങളായിട്ട് ഹൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഓക്കെ. ഇതിന്റെ പേര് ഇടണം. അപ്പൊ കണ്ടാൽ തന്നെ അറിയാം ഇതാണ് ഏറ്റവും വലിയ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ. ഈ നമ്പറിങ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്ന് നമ്പർ ഇടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അത് നമ്പർ ഇട്ട് 1 2 3 4 5 6 7 8. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് എല്ലാം എഴുതി നോക്കണേ. ലെഫ്റ്റ് ടു റൈറ്റ് ആദ്യം എഴുതി നോക്കാം. റൈറ്റ് ടു ലെഫ്റ്റ് രണ്ടാമത് എഴുതി നോക്കാം. ഓക്കെ. ലെഫ്റ്റ് ടു റൈറ്റ് ഇടുമ്പോൾ 2 എന്നാണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് 4, പിന്നെ വരുന്നത് 7. ശ്രദ്ധിച്ചല്ലോ, ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ഇടാം. 1 2 3 4 5 6 7 8. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് ഇടുമ്പോൾ ആദ്യം വരുന്നത് 2 ആണ്. 2. അപ്പൊ ഇതിന് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, രണ്ട് സെയിം ആണ്. പിന്നെ വരുന്നത് നോക്കി 5 ആണ്. കണ്ട 1 2 3 4 5. കണ്ട. അപ്പൊ ഇനി നമുക്ക് അടുത്ത നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ചെറുത്. സോ ഇതെടുത്താൽ മതി. അത്രയും മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായി. ഇനി സാർ ഇവിടെ വരുന്ന ബ്രാഞ്ച് സെക്കൻഡ്, ഇതൊരു ബ്രാഞ്ച്, ഇതിന്റെ പേര് മീതാൽ. ഇത് അടുത്ത ബ്രാഞ്ച്, ഇതിന്റെ പേര് മീതാൽ അല്ലെ. ഇതൊരു ബ്രാഞ്ച്, അതിന്റെ പേര് മീതാൽ. അപ്പൊ എത്ര മീതേൽ ഉണ്ട് മക്കളെ? 3 മീതേൽ ഉണ്ട്. 3 മീതേൽ വന്നാൽ നിങ്ങൾ ചേർക്കേണ്ടത് ട്രൈ മീതാൽ. ഈ മീതേലിന് മുന്നിൽ എന്ത് ചേർക്കണം? ട്രൈ. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. 8 ഉണ്ടല്ലോ. അപ്പൊ പേരിൽ വേർഡ് റൂട്ട് എന്താണ്? ഒക്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ക്ലിയർ? മീതേലാണ് വന്നേക്കുന്നത്. സോ മീതാൽ. മീതേൽ 3 ഉണ്ട്. സോ ട്രൈ മീതേൽ. ആ 3 പൊസിഷൻ പറയണം. അതിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? 2,4,7. ദെൻ ഒരു നമ്പറും ഒരു വേർഡ് അടുപ്പിച്ച് വന്ന ഹൈഫൻ ഇടണം. 2,4,7 ഹൈഫൻ ട്രൈ മീതേൽ ഒക്ടേൻ. ഇതാണ് എന്ത്? ഇതിന്റെ നെയിം. നിങ്ങൾക്ക് കിട്ടി? ശരിയാണോ? ശരിയാണോ നോക്കി. ശരിയാണെങ്കിൽ നിങ്ങൾ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അപ്പൊ മക്കളെ, നമ്മളിപ്പോ സൂപ്പർ 30-ലെ 1/3 ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ 20 ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ 3 മാർക്ക്.
ഓക്കെ, 3 മാർക്ക് ഇങ്ങനെ വാങ്ങാൻ നോക്കണം. ഇതിനകത്ത് 1 2 3 4 5 6 7 8 8 നേരെ പോയി. 1 2 3 4 5 6 7 8. എന്നിട്ട് ഈ 4ാമത്തെ കാർബൺ ഉണ്ടോ 1 2 3 4 അതിന്റെ താഴേക്ക് 3 1 2 3. വാവ് അല്ലേ? നമുക്ക് ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 CH2 CH2 CH CH2 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 CH3 here CH2 CH2 CH3. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിന്റെ ലോങ്സ്റ്റ് ചെയിൻ. നേരത്തെ പറഞ്ഞ പോലെ ലോങ്സ്റ്റ് ചെയിൻ, നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് C ആറ്റംസ് ഇൻ ലോങ്സ്റ്റ് ചെയിൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ എണ്ണി നോക്കിയാൽ അറിയാം എത്ര എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8. അപ്പൊ അതിന്റെ ആൻസർ അവിടെ തന്നെ കിട്ടി, അര മാർക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ബ്രാഞ്ച്. ബ്രാഞ്ചിലെ കാർബൺ ആറ്റംസ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ബ്രാഞ്ച്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. 3 എണ്ണം ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചാൽ നിങ്ങള് 3 എണ്ണം ഉണ്ട്. അപ്പൊ ബ്രാഞ്ചിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 3. ഇങ്ങനെ എണ്ണി നോക്കി 1 2 3 4 5 6 7 8. അപ്പോഴും ഇവിടെ 3 ബ്രാഞ്ച് കണ്ടോ. ഇനി സി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ ബ്രാഞ്ച്. നെയിം ഓഫ് ദ ബ്രാഞ്ച്. ഓക്കെ, 3 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? പ്രൊപ്പർ അല്ലെ? ഒരു ഹൈഡ്രജൻ കുറവാണ്, അപ്പൊ നമ്മൾ എന്ത് അടിക്കണം? YL YL പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് എഴുതി വെക്കരുത്, തെറ്റിച്ച് കളയുമ്പോൾ ചില കുട്ടികൾ 3 കാർബൺ ഉണ്ടല്ലേ ഇതിന്റെ പേര് പ്രൊപ്പൈൻ. അങ്ങനെയല്ല, ബ്രാഞ്ചിന്റെ കൂടെ നിങ്ങൾ റാഡിക്കൽ YL ചേർക്കണം, AN ചേർക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പകുതി മാർക്ക് കിട്ടി. അടുത്തത് സ്വാഭാവികമായിട്ടും IUP AC ഇതിന്റെ പേര് എഴുതുക. അപ്പൊ 8 കാർബൺ ഉള്ളത് കൊണ്ട് എന്താണ്? ഒക്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ക്ലിയർ? ഇവിടെ ബ്രാഞ്ചിന്റെ പേര് പ്രൊപ്പൈൽ ആണ്, അപ്പൊ സാർ എഴുതി പ്രൊപ്പ് YL പ്രൊപ്പൈൽ. ഇനി പ്രൊപ്പൈലിന്റെ സ്ഥാനം, പൊസിഷൻ. ഇവിടെ നിടുമ്പോ 4, ഇവിടെ നിടുമ്പോ നോക്കിയാൽ 1 2 3 4 5. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് ഇട്ടാൽ മതി 4. ദെൻ ഒരു സംഖ്യയും ഒരു വേർഡും തമ്മിൽ എന്തുണ്ട് വേണം? ഹൈഫൻ. സോ ദിസ് ഈസ് ദ ആൻസർ. എന്താണ് ആൻസർ? 4 പ്രൊപ്പൈൽ ഒക്ടേൻ. 4 പ്രൊപ്പൈൽ ഒക്ടേൻ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? യെസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ സ്ട്രക്ചർ. ഇത്ര നേരം വരെ IPSനെയും എഴുതാനായിരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ ഗതി മാറി. ഡ്രോ ദ സ്ട്രക്ചർ. ഇപ്പൊ സ്ട്രക്ചർ വരയ്ക്കാനാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു പേര് തരും. നിങ്ങൾ ആ പേര് വെച്ചിട്ട് സ്ട്രക്ചർ വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ സ്ട്രക്ചർ വരച്ച് നോക്കാം. ഓക്കെ, സാർ പേര് എഴുതാൻ പോവുകയാണ്. 2 മീഥൈൽ ബ്യൂട്ടേൻ. 1 മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടാ. 2 ഹൈഫൻ മീഥൈൽ ബ്യൂട്ടേൻ. ഇതിന്റെ പേര് അവർ തന്നു, നമ്മൾ തിരിച്ച് ഉൾട്ട നമ്മുടെ ക്വസ്റ്റ്യൻ മറിച്ച് വരും. നമ്മൾ ഇത്ര നേരം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പേര് എഴുതാനായിരുന്നു. ഇനി എന്താ? പേര് അവർ തരും, സ്ട്രക്ചർ നമ്മൾ എഴുതാം, ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. സോ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇതിനകത്ത് വേർഡ് റൂട്ട് അറിയാലോ. ഈ ANക്ക് മുന്നേ ഉള്ള ആളാണ് വേർഡ് റൂട്ട് ബ്യൂട്ട്. ഇതെന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണ്. അപ്പൊ നിങ്ങൾ കണ്ണും പൂട്ടി 4 കാർബൺ ഫസ്റ്റ് ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി നോക്കണം, ഈ കാർബൺ തമ്മിലുള്ള ബോണ്ടിൽ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടോ? AN ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ആ കാര്യം അവിടെ ഓക്കെ. അപ്പൊ ഇത് ഓക്കെ. ഇനി പറയേണ്ടത് രണ്ടാമത്തെ പൊസിഷനില് മീഥൈൽ എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ 1 2 3 4. അപ്പൊ ഇവിടെയാണുള്ളത്. ഇവിടെ ഒരു കാർബൺ. ഇത്രയോട് കഴിഞ്ഞു. ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ CH3 CH3 CH3. ഓക്കെ, CH2. ഇവിടെ ശ്രദ്ധിക്കണം, 1 2 3 ഒരു ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം, CH. സോ ദിസ് ഈസ് ദ ആൻസർ. കണ്ടോ? ശരിയായോ നിങ്ങൾക്ക്? ചാടിക്കറി ആൻസർ ചെയ്തത് സാറ് എഴുതിയ സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ അതിന്റെ വേർഡ് റൂട്ട് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് കാർബണിനെ ഫില്ല് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം AN ആണോ നോക്കണം. AN ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, EN ആണെങ്കിൽ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിന്റെ
ബ്രാഞ്ച് നോക്കാം. ബ്രാഞ്ച് മീതയിലാണെങ്കിൽ ഒരു 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 ബോണ്ട് മതി. പക്ഷെ അത് എവിടെയാണ് ഇടേണ്ടത്? രണ്ടാമത്തെ കാർബണിൽ ഇടാം. ദെൻ ബോണ്ട് അനുസരിച്ചിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ സംബന്ധിച്ച് ഒരു ബോണ്ടുകൾ ബാക്കി 3 ഹൈഡ്രജൻ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്. അപ്പൊ ഒരു ഹൈഡ്രജൻ അവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ ക്ലിയർ? യെസ്. അപ്പൊ ഒരു മാർക്ക് കിട്ടി അല്ലെ? ഇനി അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതും നമുക്ക് എന്താണ് ഉറപ്പിക്കാം. ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2,2 ഡൈമീഥൈൽ പെന്റേൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2,2 ഡൈമീഥൈൽ പെന്റേൻ. ഓക്കെ ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. അപ്പൊ ഇവിടെ നോക്കിയ വേർഡ് റൂട്ട് എന്താണ്? പെന്റ് ആണ്. വേർഡ് റൂട്ട് പെന്റ് ആണ്. പെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്ര കാർബൺ ആണ് പെന്റ് എന്ന് പറഞ്ഞാൽ? 5 കാർബൺ. സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട്. എനി കണ്ടു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ 5 കാർബൺ ആദ്യം പഠിക്കാം. 1 2 3 4 5. ഓക്കെ. ഇനി നോക്കാം 2,2 പൊസിഷൻ നോക്കാം. 2,2 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1 2 3 4 5 2,2 രണ്ട് ബോണ്ട് ഉണ്ട് കണ്ടോ? ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. അപ്പൊ രണ്ടില് മുകളിലേക്ക് ഒരു ബോണ്ട് ഇടാം. ഓക്കെ, താഴേക്ക് ഒരു ബോണ്ട് ഇടാം. ക്ലിയർ? അവിടെ സി ഇടാം. ഓക്കെ, ഡൈമീഥൈൽ കണ്ടോ? മീഥൈൽ ഒരു ഈഥയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് 2 സി ആണ് പറഞ്ഞത്. ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 ഏറ്റവും അറ്റത്ത് കിടക്കണൊക്കെ കണ്ടും കൂട്ടി നമുക്ക് എന്താണ് H3 ഇടാം. എല്ലാ അറ്റത്തും. ക്ലിയർ? യെസ്. ഇവിടെ നോക്കിയേ 1 2 3 4 4 ആയില്ലേ? ഇവിടെ ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യരുത്, ചാടിക്കയറി ചെയ്യരുത്. ഇവിടെ 1 2 അപ്പൊ ഇനി 2 ഹൈഡ്രജൻ. ഇവിടെ 1 2 ഇനി 2 ഹൈഡ്രജൻ. സോ ദ ആൻസർ ഇസ് ദിസ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ വരയ്ക്കാനും ചോദിക്കും കേട്ടോ. അപ്പോ 13ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 പറയുന്നത് 2,4 ഡൈമീഥൈൽ പെന്റേൻ. 2,4 ഡൈമീഥൈൽ പെന്റേൻ. 2,4 ഡൈമീഥൈൽ പെന്റേൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ നേരെ ചിലപ്പോൾ നമുക്ക് ചെയ്യാം. പെന്റാണ്. അപ്പൊ 5 കാർബൺ ഉണ്ട്. 1 2 3 4 5. ഓക്കെ, ഇനി 2ലും 4ലുമാണ്. അപ്പോ 2 ഇവിടെ കണ്ടോ? ഒരു കാർബൺ. പിന്നെ 4ല് 1 2 3 4 ഇവിടെ ഒരു കാർബൺ കണ്ടോ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഹൈഡ്രജൻ ഫിൽ ചെയ്താ CH3 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 CH3. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീഥൈലാണ്. അതാണ് സാർ പ്രത്യേകിച്ചെടുത്ത് പറയാൻ. ഈഥൈൽ ഉണ്ടെങ്കിൽ സാർ അതനുസരിച്ച് പറയാൻ കേട്ടോ. ഇവിടെ 1 2 3 ഒരു ഹൈഡ്രജൻ. ഇവിടെ 2 ബോണ്ട് ഉള്ളപ്പോൾ 2 ഹൈഡ്രജൻ. ഇവിടെ 1 2 3 പിന്നെ ഒരു ഹൈഡ്രജൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഒരു മാർക്ക് ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ ഒരു മാർക്ക് ഉള്ളൂ. പക്ഷെ ആ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15. ക്വസ്റ്റ്യൻ നമ്പർ 15 വരുന്നത് 2,2,3 ട്രൈമീഥൈൽ ഹെക്സേൻ. 2,2,3 ട്രൈമീഥൈൽ ഹെക്സേൻ. ഇതിന്റെ എന്താണ് സ്ട്രക്ചർ വരക്കണം. അപ്പോ ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ് മക്കളെ? 6 കാർബൺ ആണ് ഹെക്സ് എന്ന് പറഞ്ഞാൽ. 6 കാർബൺ ആണ്. സോ 6 കാർബൺ വരയ്ക്കാം. 1 2 3 4 5 6. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തേതിൽ 2 ഉണ്ട്. ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ കാർബണിൽ ഒരെണ്ണം കണ്ടോ? 2ൽ ഒരെണ്ണം അത് വരച്ചു. ഈ 2ൽ ഒരെണ്ണം അത് വരച്ചു. 3ൽ ഒരെണ്ണം. ഓക്കെ, 1 2 3 4 5 6. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്താൽ മതി. ഏറ്റവും അറ്റത്ത് കിടക്കുന്നതൊക്കെ CH3 കണ്ടും കൂട്ടിയായിരിക്കും. CH3 ഇനി 6 CH3 വരില്ല. ഇവിടെ നോക്കി ഈ കാർബൺ എടുക്കുക. 1 2 3 4 4 കൊണ്ട് അവിടെ എഴുതരുത്. 1 2 3 ഈ ഒരെണ്ണം എന്താക്കിയത്? അപ്പൊ ഹൈഡ്രജൻ 1 2 2 ഹൈഡ്രജൻ 1 2 2 ഹൈഡ്രജൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഹൈഡ്രജൻ ഉണ്ടാവും, ചുറ്റുമുള്ള ബോണ്ടിൽ ഉണ്ടാവും, കൂട്ടിയാൽ 4 വരാവും മാക്സിമം. അപ്പൊ ഇവിടെ 4 ബോണ്ട് ഓൾറെഡി ഉള്ളത്, ഒറ്റ ഹൈഡ്രജനും ചേർത്തില്ല. ഇവിടെ 3 ബോണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഹൈഡ്രജനും ചേർത്താൽ മൊത്തം 4. ക്ലിയർ? സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഇതാണ് 2,2 ട്രൈമീഥൈൽ ഹെക്സേൻ. സോ നമ്മുടെ പകുതിയായി 50%. 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ 15 ക്വസ്റ്റ്യൻസ് തന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായെന്ന് നിങ്ങൾ ആലോചിക്കാം.
ശരിയായിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, അടുത്തതൊക്കെ ശരിയാക്കാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫുള്ള് ശരിയായാല് നല്ല ഹാപ്പി ആയിരിക്കും, നമുക്ക് നല്ല എനർജി കിട്ടും. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 2,4 ഹൈഫൻ ഡൈമീഥൈൽ പെന്റേൻ. സ്ട്രക്ചർ വരയ്ക്കാനല്ല ക്വസ്റ്റ്യൻ, പക്ഷെ സ്ട്രക്ചർ വരച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ പറ്റത്തുള്ളൂ, അതാണ് വേറെ കാര്യം. ഇത് ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി കോമ്പൗണ്ട്. എന്നിട്ട് അവരൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് 5, 6, 7, 8. ഓക്കെ, എന്താണ് ചോദ്യത്തിന് അർത്ഥം? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രക്ചർ വരച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ കണ്ടുപിടിക്കാം. അപ്പൊ അല്ലാതെ കണ്ടുപിടിക്കാൻ ചില കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രക്ചർ വരച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പെന്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ്? 5 കാർബൺ. 1, 2, 3, 4, 5 കാർബൺ മാത്രമല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. കാർബൺ മാത്രം വരച്ചാൽ. ഇനി ഡൈമീഥൈൽ, അപ്പൊ 2 മീഥൈൽ. എവിടെയൊക്കെയാണ്? 2ൽ 4. 2 മീഥൈൽ, 4 ഇത്രയും മതിയല്ലോ, നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യണ്ട. അല്ലാതെ തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ചോദ്യത്തിന്റെ ഉത്തരം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ്. 1, 2, 3, 4, 5, 6, 7. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7. ഇനി ഈ ചോദ്യം ഇങ്ങനെയാണ്, അതിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. അങ്ങനെ ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയേ വേണ്ട. പെന്റേൻ ആണല്ലോ. ഇപ്പൊ പെന്റ് ലോങ്സ്റ്റ് ചെയിൻ വന്നുകൊണ്ടാണല്ലോ നമ്മൾ പെന്റ് എഴുതിയത്. പെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കാർബൺ. പക്ഷെ ഇവിടെ ചോദ്യം അങ്ങനെയല്ല, കുറച്ച് ട്രിക്കിയാണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ചാടി കയറി പെന്റ് കണ്ടപ്പോ 5 എഴുതും. അങ്ങനെയല്ല, 5 ആണല്ലോ ആദ്യത്തെ ആൻസർ, അപ്പൊ ആരെങ്കിലും 5 എഴുതും. അങ്ങനെയല്ല, ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഈ സ്ട്രക്ചർ വരച്ചിട്ട് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. ഇനി ഈ സ്ട്രക്ചർ വരയ്ക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാം? പെന്റ് വന്നതുകൊണ്ട് ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബൺ, മീഥൈൽ വന്നതുകൊണ്ട് അത് ഡൈമീഥൈൽ ആയതുകൊണ്ട് 2 കാർബൺ. 5 കാർബൺ 2 കാർബൺ കൂട്ടുമ്പോൾ മൊത്തം 7 കാർബൺ. സോ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാം. ഓക്കെ, 1 മാർക്കാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17 സെയിം ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പേരൊന്ന് മാറിയെന്നോളൂ. 3 ഈഥൈൽ 2 മീഥൈൽ പെന്റേൻ. 3 ഈഥൈൽ ഹൈഫൻ 2 മീഥൈൽ ഇതാണ് പെന്റേൻ. ഓക്കെ, നമുക്ക് 2 രീതിയിൽ നോക്കാം. ആദ്യം സ്ട്രക്ചർ വെച്ച് നോക്കാം. പെന്റ് അല്ലേ, 5 കാർബൺ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇനി ഇവിടെ 3 ഈഥൈൽ 1, 2, 3, 4, 5. 3 ഈഥൈൽ. മൂന്നാമത്തെ കാർബണിൽ ഈഥൈൽ എന്ന് പറഞ്ഞാൽ 2 പേര്. 2 മീഥൈൽ, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ. ഹൈഡ്രജനെ ഫില്ല് ചെയ്യണില്ല സാർ. എത്ര കാർബൺ മൊത്തം എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 കാർബൺ ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഇതാണ്, 5, 6, 7, 8. ഏതാണ് ആൻസർ വരുന്നത്? 8 എണ്ണമാണ്. കണ്ടോ, മനസ്സിലായോ? ഇനി അത് ഇങ്ങനെ വരയ്ക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാം? പെന്റ്, വേർഡ് റൂട്ട് പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ, മീഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കാർബൺ, ഈഥൈൽ എന്ന് പറഞ്ഞാൽ 2 കാർബൺ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി. 2 കാർബൺ, 2 + 1 3 + 5 8 കാർബൺ കിട്ടിയല്ലോ. സോ ജസ്റ്റ് കാർബണിന്റെ എണ്ണം മാത്രം ചോദിച്ചിട്ടു. അത് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ വരയ്ക്കാനും ഇതിനകത്തൊക്കെ എത്ര കാർബൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. 1 മാർക്കേ ഉള്ളൂ, പക്ഷെ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പെന്റ് കണ്ടിട്ട് 5 എഴുതി വെക്കും, അങ്ങനെ എഴുതരുത് കേട്ടോ. 5 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ 5 എഴുതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് തന്നെയാണ്, ഇതേപോലത്തെ ടൈപ്പ് തന്നെയാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2, 3, 4 ട്രൈ മീഥൈൽ പെന്റേൻ. ട്രൈ മീഥൈൽ എന്താണ്? പെന്റേൻ. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2, 3, 4 ട്രൈ മീഥൈൽ പെന്റേൻ.
സ്ട്രക്ചർ വരക്കാണ്ട് പറയാൻ പറ്റും. പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ, മീഥൈൽ എന്ന് പറഞ്ഞാൽ 1 കാർബൺ, ട്രൈ വന്നപ്പോഴോ 3 കാർബൺ. മൊത്തം 5 3 എത്ര കാർബണായി? 8 കാർബൺ. സോ ദ ആൻസർ ഈസ് 8. നമുക്ക് ഓപ്ഷനേ വേണ്ട, 8 കാർബൺ ആണ് ആൻസർ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഇത് മാച്ചിട്ട് എഴുതാം, കാരണം അത് ചുമ്മാ സ്ട്രക്ചർ എന്താണെന്നല്ല, ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ ആൻസർ കണ്ടെത്തണം. ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ ചെയിൻ വേർ ഈഥൈൽ ഗ്രൂപ്പ് does not branch in an alkane. ഓക്കെ, 19ാം ക്വസ്റ്റ്യൻ അല്ലേ. ദ പൊസിഷൻ നമ്പർ ഓഫ് നമ്പർ എഴുതിയിരിക്കുന്നത് കേട്ടോ. കാർബൺ ആറ്റം ഇൻ ദ ചെയിൻ where ethyl group does not branch in an alkane. നമുക്ക് ഓപ്ഷൻ അങ്ങനെ 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, ഇതാണ് ചോദ്യം. 1 മാർക്ക്. ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ചെയിൻ വേർ ഈഥൈൽ ഗ്രൂപ്പ് ഡസ് നോട്ട് ബ്രാഞ്ച് ഇൻ ആൻ ആൽക്കേൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൽക്കേൻ, സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ നോക്കാം. 1 2 3 4 5 6. എനിക്ക് ഈഥൈൽ ഗ്രൂപ്പ്, അതായത് 2 കാർബണുള്ള ഈഥൈൽ ഗ്രൂപ്പ് കൊണ്ടിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്താൽ ഓക്കെ, എനിക്ക് ഈഥൈൽ ഗ്രൂപ്പ് കിട്ടും. ഇത് വലിയ ബ്രാഞ്ച് ആവും ഈഥൈൽ ഗ്രൂപ്പ്, അതായത് 1 2 3 4 5 6 മൂന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവിടെ അറ്റാച്ച് ചെയ്ത് എന്ത് സംഭവിക്കും? ഇത് എനിക്ക് ബ്രാഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? ഇവിടെ നിന്ന് എണ്ണേണ്ടി വരും. 1 2 3 4 5 6 7 ഇത് 7 ആവും. അപ്പൊ ഇതാവും ബ്രാഞ്ച്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈഥൈൽ ഗ്രൂപ്പ് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. ചോദ്യത്തിന്റെ അർത്ഥം അതാണ്, ഏത് പൊസിഷനിൽ നിങ്ങൾക്ക് കഴിയില്ല. ഡസ് നോട്ട് ബ്രാഞ്ച് ഇൻ ആൻ ആൽക്കേൻ. ഒരു ഈഥൈൽ ഗ്രൂപ്പിനെ ഒരു ആൽക്കേനിലെ ഏത് പൊസിഷനിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല ആ പൊസിഷനിൽ. അത് 2 ആണ് കേട്ടോ. സോ ദ ആൻസർ ഈസ് 2. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഈഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ പൊസിഷനിൽ വരില്ല. വന്ന എന്ത് സംഭവിക്കുന്നു മനസ്സിലായില്ലേ കേട്ടോ. അതുകൂടി ചേർന്ന് അതൊരു വലിയ ബ്രാഞ്ച് ആവും. അപ്പൊ ഇതാവും, അതൊരു വലിയ ചേരാവും. അപ്പൊ ഇത് ബ്രാഞ്ച് ആവും. ഇതാവും ലോങ്സ്റ്റ്, അപ്പൊ ഇത് ബ്രാഞ്ച് ആവും. അപ്പൊ ഈ ഈഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മള് 3ൽ 2 ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ ചോദ്യം സാർ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈഥൈൽ ഗ്രൂപ്പ് മാറിയിട്ട് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻസിൽ ഈഥൈലിന് മാറ്റി മീഥൈൽ ആക്കി. ഈ ക്വസ്റ്റ്യൻ ആയി മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത പൊസിഷൻ ഏതാണ്? നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്നത് 1 2 3 4. 1 2 3 4. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 1 2 3 4 5. ഞാനൊരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ കൂടെ അറ്റാച്ച് ചെയ്ത് സംഭവിക്കും. ഇതേ ചേർത്ത് ഞാൻ എണ്ണുണ്ട് അല്ലെ. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിൽ ഒരു കാരണവശാലും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അറ്റാച്ച് ചെയ്താൽ മീഥൈൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കൂല. അത് ആ ലോങ്സ്റ്റ് ചെയിനിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കും. സോ ആൻസർ ഇസ് 1. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഈഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അറ്റാച്ച് ചെയ്താൽ അത് ഗ്രൂപ്പ് ബ്രാഞ്ച് ആവില്ല. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഹാപ്പിയാണോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 20 ശരിയാക്കിയവരുണ്ട് ഇതിനകത്ത്. 20 ശരിയാക്കിയവര് 20 താഴെ കമന്റ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞപ്പോ അല്ല, ഇതിനകത്തൊരു 10 ശരിയാക്കി 10 കമന്റ് ചെയ്യുക, 18 ശരിയാക്കി 18 കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ സാറ് ഞാൻ തെറ്റിന്ന് വിചാരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നാളെ നമ്മൾ ഈ വീഡിയോ രണ്ടാമത് നോക്കുമ്പോ അന്ന് നമുക്ക് 18 ശരിയാക്കി ബാക്കിയാണ് തെറ്റിയത്. മനസ്സിലായോ? അപ്പൊ ആ തെറ്റിയാണെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് ഇത് കാണാൻ തോന്നും. വീണ്ടും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ തോന്നും. ഓക്കെ, അതായത് ചോദ്യം ഇതാണ്,
ഹൈഡ്രോ കാർബൺസ് ദാറ്റ് ചോദ്യം എഴുതിയെടുക്കുക കേട്ടോ. ഹൈഡ്രോ കാർബൺ ദാറ്റ് carbon have a double bond between have double bond between carbon atoms are called carbon atoms are called dash. നമ്മുടെ ചോദ്യം എന്താണ്? ഹൈഡ്രോ കാർബൺസ് നമുക്കറിയാലോ, ആൽക്കീൻ ഇതെല്ലാം ഹൈഡ്രജൻ കാർബൺ അടങ്ങിയ കോമൺ ആണ് ഹൈഡ്രോ കാർബൺസ്. ദാറ്റ് ഹാവ് ഡബിൾ ബോണ്ട്, അതായത് കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ള എന്താണ് ആറ്റം ഇതിനെ വിളിക്കുന്ന ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നൽകുന്ന ഓപ്ഷൻ തന്നിരിക്കുന്നത്, നമുക്ക് 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ആൽക്കെയിൻ, രണ്ടാമത്തത് ആൽക്കീൻ, മൂന്നാമത്തത് ആൽക്കൈൻ. നിങ്ങൾ പറയുന്നത് ഏതാണ് ആൻസർ? ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഡബിൾ ബോണ്ട് വന്നാൽ ENE ആണ് അല്ലെ, അപ്പൊ അതിനെന്താ വിളിക്കുന്നത്? ആൽക്കീൻ. എന്താണ്? ആൽക്കീൻ. സിംഗിൾ ബോണ്ട് വന്നാൽ ആൽക്കെയിൻ, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ആൽക്കൈൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര സഫിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ENE, അത് വരുന്നതാണ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഡബിൾ ബോണ്ട് വരുന്നത് ENE ആണ് നോക്കുമ്പോൾ ആൽക്കെയിൻ, ആൽക്കീൻ. ഓക്കെ, സോ അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് എന്താണ് നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട് എന്നുള്ളത് എന്താക്കാൻ നിങ്ങള് ട്രിപ്പിൾ ബോണ്ടാണ്. നമുക്കിവിടെ ഓപ്ഷൻ നേരത്തെ ഓപ്ഷൻ മാറ്റണ്ടായിരുന്നു അല്ലെ. ആൽക്കെയിൻ തന്നിട്ടുണ്ട്, ആൽക്കീൻ തന്നിട്ടുണ്ട്, ആൽക്കൈൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ആൻസർ? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ആൽക്കൈൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പൊ മക്കളെ ഈ 8 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളൂ. 8 ക്വസ്റ്റ്യൻ കേട്ടാ, പെട്ടെന്ന് കഴിയും. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോർഡ് 23ാമത്തെ സി, ഡബിൾ ബോണ്ട് സി, പിന്നെ ഒരു സി, പിന്നെ ഒരു സി. ഇതാണുള്ളത്. ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. 2 കാർബൺ ഉള്ളതുകൊണ്ട് ഇവിടെ CH2, 1 2 3 ബോണ്ട് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ, 2 ബോണ്ട് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ, ഇവിടെ 2 ബോണ്ട് 2 ഹൈഡ്രജൻ. ഓക്കെ, 1 2 3 ബോണ്ട് ഒരു ഹൈഡ്രജൻ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ചോദ്യം വേർഡ് റൂട്ട് എഴുതുക. സിമ്പിൾ പരിപാടിയാണ്. ഇതിന്റെ വേർഡ് റൂട്ട് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് വെറുതെ എണ്ണി നോക്കാമല്ലോ. 1 2 3 4. വേർഡ് റൂട്ട് 4 കാർബൺ വന്നുകൊണ്ട് വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട്. അത്രേ ഉള്ളൂ. അര മാർക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നിങ്ങളോട് എഴുതാൻ പറയും. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ. അപ്പൊ ഡബിൾ ബോണ്ട് പൊസിഷൻ നമ്മൾ എപ്പോഴും നിങ്ങൾ നമ്പർ ഇട്ട് പോകാൻ, ഡബിൾ ബോണ്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്പർ ഇട്ടെടുക്കുക. നമ്മൾ ഡബിൾ ബോണ്ട് എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അതാണ് പൊസിഷൻ. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഇവിടെ നിന്നല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല ആരംഭിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കാർബൺ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IUPAC. സ്വാഭാവികം IUPAC. പിന്നെ എല്ലാത്തിനും ഓരോ മാർക്കാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം IUPAC. അപ്പോ നേരത്തെ പോലെ എല്ലാം ഡബിൾ ബോണ്ട് ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന നമ്പർ കറക്റ്റ് ആണ്. ഇവിടെ 4 ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് എഴുതി ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ടാണ്. അപ്പൊ ANE അല്ല എഴുതേണ്ടത്, ENE ആണ് എഴുതുന്നത്. വളരെ ശ്രദ്ധിക്കും. ഡബിൾ ബോണ്ട് പൊസിഷൻ പറയണം. സോ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാർബൺ ആണ്. ബ്യൂട്ട് 1 ENE. ഒന്നാമത്തെ പറഞ്ഞില്ലെങ്കിലും തെറ്റില്ല, പക്ഷെ അങ്ങനെ എഴുതി. ഇനി ബ്രാഞ്ച് വല്ലതുണ്ടോ? ഒന്നുമില്ല. പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ബ്യൂട്ട് 1E. ഈ ബ്യൂട്ടി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒന്നാമത്തെ കാർബണിൽ വന്നാൽ നമ്മൾ സൂചിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതി പഠിക്കണം. എന്നാലും നമുക്ക് രണ്ടാമത്തേലും മൂന്നാമത്തേലും നമ്മൾ ഓർക്കത്തോളൂ. ഓക്കെ, അപ്പൊ 3 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ ഈസി. ഇത് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ സാർ ഇതിനു മുന്നേ ഈ പറഞ്ഞ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുന്ന നെയിം പഠിപ്പിച്ചിട്ടുണ്ട്. പാർട്ട് 1 to 7. അതാ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 24ാമത്തെ ടെസ്റ്റ്.
ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്, ആളെ മാറിയിട്ടുള്ളൂ. സി സി ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി. നമുക്ക് ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. CH3 CH 1 2 3 4. ഓക്കെ, CH CH2 CH3. അപ്പൊ മക്കളെ നേരത്തെ പറഞ്ഞല്ലോ വേർഡ് റൂട്ട് എഴുതാം. ഫസ്റ്റ് വേർഡ് റൂട്ട് സെയിം ക്വസ്റ്റ്യൻ ആണ്. വേർഡ് റൂട്ട് 1 2 3 4 5. അപ്പോ 5 കാർബൺ ഉള്ളതുകൊണ്ട് വേർഡ് റൂട്ട് എന്താണ് ആൻസർ? പെന്റ്. വേർഡ് റൂട്ട് പെന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം, സ്ഥാനം. അപ്പൊ നമ്പർ ഇടാം 1 2 3 4 5. എവിടെ നിന്നാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2ൽ നിന്നാണ്. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 2. ഇനി മൂന്നാമത്തത് IUPAC ആണ്. IUPAC. അപ്പൊ 5 കാർബൺ ഉള്ളതുകൊണ്ട് പെന്റ്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ENE. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 2. 2 രണ്ടിന്റെ ഇടയിൽ ഹൈഫൻ. ഒരു വേർഡും ഒരു സംഖ്യയുടെ ഇടയിൽ എപ്പോഴും ഹൈഫൻ ആണ്. സോ ദ ആൻസർ ഈസ് 22E. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ ഇനി 5 ക്വസ്റ്റ്യൻ കൂടി ഉള്ളോട്ടാ, നമ്മൾ കഴിയാൻ പോണം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. നമുക്കൊരു കോമ്പൗണ്ട് വന്നിട്ട് നമുക്ക് കോമ്പൗണ്ട് അതിൽ തന്നെ എഴുതാം. 1 2, ഇവിടെ ഒരു സി. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 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 1 2 3 4. ഇവിടെ ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യരുത്. 1 2 3 ഒക്കെ ഒരു ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഓക്കെ, എന്താണ് ചോദ്യം? ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? ഇതാണ് ഒന്നാമത് ക്വസ്റ്റ്യൻ. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രാഞ്ചിന്റെ പേരാണ് ചോദിച്ചേക്കാം. അതെന്താണ്? മീഥൈൽ. മീഥൈൽ കണ്ട, ആൽക്കൈൽ കണ്ട. സോ ഇവിടെ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. ഒരു ബ്രാഞ്ചേ ഉള്ളൂ, മീഥൈൽ. അപ്പൊ ആ മാർക്ക് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലോങ് സീൻ എത്രയാണ്? 1 2 3 4 അല്ലെ? അപ്പൊ വേർഡ് റൂട്ട് 4 കാർബൺ വരുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്? BUT. ഓക്കെ, സി. പൊസിഷൻ. പൊസിഷൻ ഓഫ് എന്താണ്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയാം. ഡബിൾ ബോണ്ട് ഇപ്പൊ എവിടെ നിന്നാണ്? ഇവിടെ വരുമ്പോ 1 2, ഇവിടെ വരുമ്പോ 1 2, എവിടെ നിന്നിട്ടാലും 1 2. ഓക്കെ, 1 2 മതി. 1 2 3 4 വേണ്ട, 2ല് പൊസിഷൻ ആണ് 2. സ്വാഭാവികമായിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ്? IUPAC നെയിം ഏതാണ് മക്കളെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ 4 കാർബൺ ഉള്ളതുകൊണ്ട് ബ്യൂട്ട്. അത് ഞാൻ ആദ്യം എഴുതി. ആദ്യം വേർഡ് റൂട്ട്. ഇനി പ്രൈമറി സഫിക്സ്. പ്രൈമറി സഫിക്സ് 3 എണ്ണമാണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഇവിടെ ഈ ഡബിൾ ബോണ്ടിന്റെ പേര് എഴുതുമ്പോൾ അതിന്റെ പൊസിഷനും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ചേർക്കേണ്ടത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE ആണ്. അപ്പൊ ഞാൻ ENE കുറച്ച് അഴുത്തി എഴുതി. ENEയുടെ പൊസിഷൻ പറയാൻ പോകണം. ENEയുടെ പൊസിഷൻ 2 ആണ്. അപ്പൊ 2 എഴുതി, ഒരു ഹൈഫനോട് ഇട്ട്, ഒരു ഹൈഫൻ ഇട്ട്. അപ്പൊ ഈ പോർഷൻ കഴിഞ്ഞു. ബ്യൂട്ട് 2E. ഈ ഇവിടെ വന്നേക്കുന്ന ബ്രാഞ്ച് മീഡിയയിലാണ്. അത് രണ്ടാമത്തെ കാർബണാണ്. അപ്പൊ മീഡിയൽ ബ്രാഞ്ച് ഫ്രണ്ടിലാണ് എഴുതേണ്ടത്. മീഡിയൽ അതിന്റെ പൊസിഷൻ എഴുതി 2 ഹൈഫൻ. സോ ദിസ് ഈസ് ദ IUPAC. എന്താണ്? 2 മീഡിയൽ ബ്യൂട്ട് 2E. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വന്തമായിട്ട് ചെയ്ത ആൻസർ ശരിയാക്കിയ, ഈ ക്വസ്റ്റ്യൻ ശരിയാക്കിയ ആരെങ്കിലും ശരിയാക്കിയ അടിപൊളി. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ശരിയാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ 25 കമന്റ് ചെയ്യാം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ. 26, ക്വസ്റ്റ്യൻ നമ്പർ 26. ഇവിടെ ഇതേപോലെ തന്നെ സി, ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി, 4 പേരല്ലേ? ഓക്കെ,
നമുക്ക് ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH CH CH2 CH3. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർഡ് റൂട്ട് എഴുതാണ്. വേർഡ് റൂട്ട് എഴുതുക. ഓക്കെ, കണ്ടതെന്ന് അറിയാം അല്ലെ? 1 2 3 4 4 കാർബൺ ആണുള്ളൂ. 4 കാർബൺ വന്ന വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട്. എന്താണ് വേർഡ് റൂട്ടുകൾ അറിയില്ലേ? ഏതൊക്കെയാണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ടൻ, നണ്ട്, ഡെക്ക്. 10 പഠിച്ചു കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. പൊസിഷൻ ഓഫ് എന്താണ്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയാം. ആ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാ തുടങ്ങാം? 1. സോ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1. സി ക്വസ്റ്റ്യൻ സഫിക്സ് ചെയ്ത് കണ്ടോ? സഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേർഡ് റൂട്ടിന് ശേഷം എഴുതേണ്ട ആള്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സിന്റെ പേര് എന്താണ്? ENE. എന്നാ ENE ഏതാന്ന് ചോദിച്ചാൽ ENE തന്നെ എഴുതണം, വേറെ പലതും എഴുതി വെക്കരുത് കേട്ടാ. ഓപ്ഷൻ ഡി അല്ല, ക്വസ്റ്റ്യൻ നമ്പർ ഡി സ്വാഭാവികമായിട്ട് IUPAC. ഓക്കെ, ഇപ്പൊ വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട് ആണ്. അപ്പൊ സാർ ബ്യൂട്ട് എഴുതി. ഓക്കെ, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE ഇത്തിരി മാറ്റി എഴുതി. ENEയുടെ പൊസിഷൻ 1. ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. That's all. ബ്യൂട്ടി. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലിലേക്ക് എഴുതുക, കുറച്ചും കൂടി ഭംഗി. സോ ബ്യൂട്ട് 1 എന്നാണ് ഇതിന്റെ ആൻസർ. സോ ലെറ്റ്സ് മൂവ് ടു ദ 27th ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 27. ഇനി ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് കഴിയും. ചെറിയ ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ വരയ്ക്കാൻ. പെൻഡ് 1 EN. ഡ്രോ ദ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ എഴുതാ, ഡ്രോ ദ സ്ട്രക്ചർ. അപ്പൊ സാറ് സ്ട്രക്ചർ ഒക്കെ നേരത്തെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. ആണോ? പെൻഡ് 1 E എന്നായിരിക്കണം. അപ്പൊ പെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർഡ് റൂട്ട് 5 കാർബൺ ആണ്. അപ്പൊ 1 2 3 4 5 കാർബൺ. ഡബിൾ ബോണ്ട് പൊസിഷൻ 1 ആണ്. അപ്പൊ ഇതാണ് ഡബിൾ ബോണ്ട് ഇവിടെ. ഞാൻ ഹൈഡ്രജൻ CH3 CH2 ദിസ് ഇസ് 3 കേട്ടോ. CH2 CH കണ്ടോ? 1 2 3 4. ഇവിടെയോ? CH2. സോ ദിസ് ഇസ് ദി ആൻസർ. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. ഇത് തന്നെയാണ് സ്ട്രക്ചർ വരയ്ക്കാന്നുള്ളതാണ്. 28 സ്ട്രക്ചർ. പെൻഡ് 2 YNE. പെൻഡ് 2 YNE. ഓക്കെ, അപ്പൊ YNE വന്നാൽ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആണ്. YNE വന്നാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതൊക്കെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. YNE വന്നാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. പെൻഡ് 5 കാർബൺ. സോ 1 2 3 4 5. 1 2 3 4 5. സ്വന്തമായിട്ട് സ്ട്രക്ചർ വരച്ച് നോക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് മനസ്സിലായത് രണ്ടാമത്തെ കാർബണിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇട്ടാൽ 1ാമത്തെ പൊസിഷൻ, ഇവിടെ ഇട്ടാൽ 2ാമത്തെ പൊസിഷൻ. കണ്ടോ? 1 2 3 4 5. ഇവിടെ ഇടാം. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. ദിസ് ഈസ് CH3 CH2. ഇവിടെ ശ്രദ്ധിക്കണം. 1 2 3 4. 4 ബോണ്ട് ഓൾറെഡി ഈ കാർബൺ ആയി. ഇവിടെ ഹൈഡ്രജൻ ഇടാൻ പാടില്ല. ഇട്ടാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുപോലെ ഇവിടെ നോക്കിയേ 1 2 3 4. ഈ കാർബണിനും ഇതിടാൻ പാടില്ല, ഹൈഡ്രജൻ ആകുമ്പോൾ ഇവിടെ CH3. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ തെറ്റിക്കും. ഇവിടെ ഹൈഡ്രജനൊക്കെ ഇടും എന്നുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നിസാരമാണെന്ന് വിചാരിക്കരുത്, ശ്രദ്ധിക്കണം. കാർബണിന് ചുറ്റും 4 ബോണ്ടേ പാടുള്ളൂ, ഹൈഡ്രജൻ ഉൾപ്പെടെ. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ. 29th ക്വസ്റ്റ്യൻ. മക്കളെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. 29ാമത്തെ. നമ്മൾ സൂപ്പർ 30 പാർട്ട് 1 ആണ് ഇപ്പൊ കണ്ടത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഐസോമറിസം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കും. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ്? ഹൗ മെനി? 29ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ഇൻ? നമുക്കൊരു കോമ്പൗണ്ട് പേര് എടുക്കണേ. പെൻഡ് 1 EN. ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയം കളയണ്ട. നമുക്ക് നേരെ സ്ട്രക്ചർ വരയ്ക്കാണ്ട് വെറുതെ ഹൈഡ്രജൻ എഴുതി കഴിഞ്ഞാൽ മതി. പെൻഡ് എന്താ? 5 കാർബൺ. 1 2 3 4 5. 1 ENE. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട്. ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഹൈഡ്രജൻ ഫില്ല് ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ CH2,
ഇവിടെ CH നോക്കിയാൽ 1 2 3 4 ഇവിടെ CH. ഇനി ചുമ്മാ എണ്ണി കഴിഞ്ഞാൽ പോരെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം വെറുതെ അങ്ങനെ എണ്ണിയാൽ പോരെ. 2 3 4 5 6 7 8 9 10. ഒരു മാർക്ക് കയ്യിൽ വേണ്ട, 1 മിനിറ്റ് പോലും എടുത്തില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തേ മാറിയിട്ടുള്ളൂ, പേരേ മാറിയിട്ടുള്ളൂ. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് 13th ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പെന്റ് 2YNE. പെന്റ് 2YNE. ഓക്കെ, അപ്പൊ 5 കാർബൺ ആണുള്ളത്. 1 2 3 4 1 2 3 4 5 2. രണ്ടാമത്തെ പൊസിഷനിൽ YNE എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ ഞാൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 CH2. ഇവിടെ നോക്കിയേ 1 2 3 4 ഫില്ല് ചെയ്യാൻ പറ്റില്ല. 1 2 3 4 ഇവിടെ ഹൈഡ്രജന് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ CH. ഈ ഹൈഡ്രജന്റെ എണ്ണം എണ്ണിപ്പറ. 3 4 5 6 7 8 ഹൈഡ്രജൻ. So that's all about Super 30. Super 30 Part 1. മക്കളെ, Super 30 Part 1 ഫിനിഷ് ആയി. Part 2 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 150 വ്യൂസ് ഈ വീഡിയോസിനായാലേ Part 2, അതായത് നമ്മുടെ ശരിക്കും Part 9 നമ്മൾ ചെയ്യും. ഇത് Part 8 ആണ്. Super 30 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അടുത്ത Super 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഐസോമർസ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യും. ദെൻ അതും നിങ്ങൾ കുറെ വ്യൂസ് ആക്കി എന്നെ തോപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അടുത്തത് ചെയ്യും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. 2024 21 25. അതും നിങ്ങൾ 150 വ്യൂസിന് മേലെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, മാക്സിമം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ബാക്കി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങളാണ് വിചാരിക്കേണ്ടത് വേണമോ വേണ്ടിയോ. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ഉപകാരപ്പെട്ടു, ഇനിയും ഇതിന്റെ ബാക്കി പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ട്, ഞാൻ എല്ലാ വീഡിയോയും കമന്റ് ചെയ്തു സാർ, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ഇതിനകത്ത് ഇനി ഞാൻ കമന്റ് ചെയ്യാൻ അങ്ങനെ വിചാരിക്കരുത്. കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയും പെട്ടെന്ന് 150 വ്യൂസ് എത്തിച്ചിട്ട് അടുത്ത വീഡിയോ സാറിനെ കൊണ്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.